രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വല്ലാത്ത തുമ്മൽ, ഒരു 8-10 തുമ്മലായി കഴിയുമ്പോൾ തന്നെ മുഖം എല്ലാം കൂടെ വീർത്തിട്ട് കണ്ണെല്ലാം കൂടെ നിറഞ്ഞു. ഇതേ പനി ഇപ്പൊ വരുമെന്ന ഒരു അസ്വസ്ഥത, തലപെരുപ്പ്, രാവിലെ എഴുന്നേറ്റ് ഉന്മേഷത്തോടു കൂടി ഒരു ദിവസം തുടങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം ഒന്ന് കുറഞ്ഞ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10-11 മണിയാവണം. ഇത് വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എല്ലാ ദിവസവും രാവിലെ അലർജി വരുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഡോക്ടർമാരെ കണ്ട് അലർജിക്ക് മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഗുളിക കഴിക്കുന്ന സമയത്ത് കുറയും, പക്ഷെ നിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മരുന്നുകൾക്ക് അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? അലർജി മാറുന്നതിന് എന്തെല്ലാം ശ്രദ്ധിക്കണം? പലരും ചെയ്യുന്നത് മരുന്നുകളെ മാത്രം ആശ്രയിക്കുകയാണ്. പോരാ, അലർജി മാറുന്നതിന് വീട്ടിൽ ഈ അലർജിക്ക് സ്റ്റിമുലേറ്റ് ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ കൂടി മാറ്റേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഏതൊക്കെ ഘടകങ്ങളാണ് വീട്ടിനകത്ത് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത് നോക്കുക. ഒന്ന്, ഇപ്പൊ മഴക്കാലമാണ് അല്ലെങ്കിൽ മഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിൽ തണുത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വേർപ്പുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ കൊണ്ട് തൂക്കിയിടുന്ന രീതി, പ്രത്യേകിച്ച് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന രീതി ഉണ്ടെങ്കിൽ മാറ്റുക. കാരണം ഈ വസ്ത്രങ്ങൾക്കകത്ത് പൊടി അടിഞ്ഞുകൂടി ഫാൻ ഇടുന്ന സമയത്ത് അടിച്ചു ഇറങ്ങി മൂക്കിൽ കയറും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലായിരിക്കും. വസ്ത്രങ്ങളെക്കാൾ പ്രധാനമാണ് മുറിയിൽ അടുക്കി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ, പഴയ ന്യൂസ് പേപ്പറുകളെല്ലാം. ഈ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ന്യൂസ് പേപ്പറുകളിലെല്ലാം വളരെ ഫൈനായിട്ട് ഇവ പൊടിഞ്ഞു പോകും. ഈ പൊടി നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറുതാണ്. ഇവ നിങ്ങൾ ഫാൻ ഇടുന്ന സമയത്ത് നിങ്ങളുടെ മൂക്കിൽ കയറി അലർജിക്ക് ട്രിഗർ ആകാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ബെഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന തലയിണ, നിങ്ങളുടെ തലയിൽ നിന്നും വീഴുന്ന സ്കിൻ എപ്പിത്തീലിയൽ ഡെബ്രിസ് ഉണ്ടാവും, പൊടി ഉണ്ടാവും, കൂടാതെ വിയർപ്പ് കണികൾ ഉണ്ടാവും. തലയിൽ നിന്ന് വരുന്ന ഈ താരൻ ഭക്ഷിച്ച് ജീവിക്കുന്ന ചില ജീവികൾ, ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ട്, അവയുടെ കാഷ്ടം, വേസ്റ്റുകൾ ഉണ്ടാവും. ഇവയെല്ലാം നിങ്ങളുടെ തലയിണയിൽ നിറഞ്ഞിരിക്കും. അതായത് 1-2 വർഷം പഴക്കമുള്ള തലയിണയുടെ 1/3 ഭാരം പലപ്പോഴും ഇത്തരം വസ്തുക്കൾ ചേർന്നായിരിക്കാം. ഇതിലാണ് തല വെച്ച് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പൊടി തന്നെ നിങ്ങളുടെ മൂക്കിൽ കയറി നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കും. കഴിയുന്നത്ര ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ തലയിണയുടെ കവറും നിങ്ങൾ ബെഡ്ഷീറ്റും മാറ്റി പുതിയത് വിരിക്കാനായിട്ട് നോക്കുക. കഴിയുന്നത്ര നിങ്ങളുടെ ബെഡ് മാസത്തിൽ ഒരിക്കലെങ്കിലും വെയിലത്തിട്ട് അതിനകത്തേക്ക് നന്നായിട്ട് വെയിലൊള്ളിക്കുക. ബെഡ്റൂമിലെ ജനലുകളും വാതിലും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും തുറന്നിട്ട് കുറച്ച് സമയം സൂര്യപ്രകാശം വരാനായിട്ട് അനുവദിക്കുക. നിങ്ങളുടെ ബാത്റൂമിനകത്ത് നനഞ്ഞ ടവലൊന്നും തൂക്കിയിടാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അലർജി ഒഴിവാക്കാം. ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അരുമയായിട്ടുള്ള പല വളർത്തു മൃഗങ്ങൾ, പൂച്ച, നായ, ഇവയെല്ലാം നമ്മുടെ വീട്ടിനകത്ത് കയറി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇവയുടെ ദേഹത്ത് നിന്ന് ഉമിനീരിൽ നിന്നും വീരുന്ന പലയിനം അലർജി ഘടകങ്ങളും തുമ്മലുണ്ടാക്കാം. നിങ്ങൾക്ക് തുമ്മൽ അലർജി ഉണ്ടെങ്കിൽ ഇവയൊക്കെ പുറത്തുള്ള ഒരു കൂട്ടിലേക്ക് മാറ്റാനായിട്ട് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി ശ്രദ്ധിച്ചാൽ മാത്രമേ ഏതൊക്കെ മരുന്ന് അലർജിക്ക് കഴിക്കാനും കുറയത്തുള്ളൂ. ഹോമിയോപ്പതിയിൽ അലർജി കണ്ടീഷന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്.